ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ടു കാണും. നമ്മുടെ അഭിനന്ദു ഫാമിലി വ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ സത്യം പറഞ്ഞാൽ എനിക്ക് പറയാൻ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. ഭയങ്കര വിഷമമുണ്ട്. ഒരു 3-4 ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു വീഡിയോ ചെയ്യണമെന്ന്. പക്ഷേ എനിക്ക് പറയാനൊരു എന്തെന്നില്ലാത്ത സങ്കടം കൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യാഞ്ഞത്. പിന്നെ 2 ദിവസത്തിന് മുമ്പ് ഒരു പോസ്റ്റ് കണ്ടു. അതിൽ ആ മോള് ഇട്ട ഒരു പോസ്റ്റ് കണ്ടു. അപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി കേട്ടോ. അപ്പോൾ ആ ചാനൽ കാണുന്നവർക്ക് കണ്ടവർക്കും അതൊന്ന് എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ ആ ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതിൽ ഹസ്ബൻഡും വൈഫും മക്കളുണ്ട് കേട്ടോ. മോളെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഹസ്ബൻഡും വൈഫും അവരാണ് സ്ഥിരം വീഡിയോ ചെയ്യുന്നത് ലൈവ്. പക്ഷെ ഇപ്പം ഒരു മെയ് 8-ാം തീയതി മെയ് 8-ന് നമ്മുടെ അതിനകത്ത് ആ ഒരു വലം കൈ അനീഷ് എന്ന് പറയുന്ന ചേട്ടൻ, ആ റിനു ചേച്ചിയുടെ ഹസ്ബൻഡ് ഈ ലോകത്തോട് വിട പറഞ്ഞു. അപ്പോൾ അത് ഞാൻ യൂട്യൂബിൽ നിന്ന് അത് കണ്ടപ്പം എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് വിഷമമെന്ന് വെച്ചാൽ, കാരണം നമ്മൾ സോഷ്യൽ മീഡിയ വഴി നമ്മൾ ഡെയിലി കാണുന്നവരായാലും നമുക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം അത്രയ്ക്ക് ഞാൻ മിക്കവാറും കാണുന്ന ഒരു യൂട്യൂബ് ചാനലാണ് അവരുടെ. കാരണം അവർ എപ്പോഴും ലൈവിൽ വരിക. റിനു ചേച്ചി എപ്പോഴും ലൈവിൽ വരിക. ചേച്ചി ലൈവിൽ വരുമ്പോഴെല്ലാം ചേട്ടനും കൂടെ കാണും. അപ്പോൾ ഞാൻ ലൈവൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ് കേട്ടോ. കാരണം ഈ ബാഡ് കമൻറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കത് തിരിച്ച് റിപ്ലൈ കൊടുക്കാനുള്ള അത്രയും ഒരു ഇത് നമുക്കെന്തോ ഒരു പേടി പോലെ. പക്ഷേ ഈ ചേച്ചിയുടെ ചാനൽ കണ്ടു കഴിഞ്ഞപ്പോൾ ലൈവ് ഇടുമ്പം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇനി ആര് എന്തൊക്കെ ബാഡ് കമൻറ്റ് ഇട്ടോട്ടെ, ഇനി എന്തൊക്കെ ചീത്ത പറഞ്ഞോട്ടെ, പക്ഷേ അവരത് നല്ല തൻ്റെ ഇടത്തോടുകൂടി നേരിട്ട് അതിന് തിരിച്ച് റിപ്ലൈ കൊടുത്ത് അത്രയും ബാക്ക് ബോണായിട്ട് തന്നെ ആ ചേച്ചിയുടെ കൂടെ ആ ചേട്ടനും കാണും. അപ്പോൾ ഭയങ്കരമായിട്ട് നല്ല പോലെ പോയിക്കൊണ്ടിരുന്ന ഒരു ചാനലാണ്. അപ്പോൾ എനിക്ക് അതിനകത്ത് ആ ചേട്ടൻ്റെ ആ ഒരു വിയോഗം ഞാൻ പോസ്റ്റിൽ കണ്ടപ്പം സത്യം പറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ വീട്ടിലൊരാൾ നഷ്ടപ്പെട്ടു പോയതുപോലെ തോന്നി. ഞാനിവിടെ അമ്മയോടും എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഹസ്ബൻഡിനൊന്നും അറിയത്തില്ല, അവരൊക്കെ പുറത്ത് ജോലി ചെയ്യുന്നവരാണ്. പക്ഷെ നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും വിളിച്ച് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായെന്ന് പറഞ്ഞ് കുറച്ച് നേരം സംസാരിച്ച്. പിന്നെ ഞാൻ ആ ചാനലിനകത്ത് പോസ്റ്റും കാര്യങ്ങളൊക്കെ എപ്പോഴും നോക്കും കേട്ടോ. അപ്പം ചേച്ചി പിന്നെ ആ ഒരു വിയോഗം എന്തായാലും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരാളുടെ വിയോഗം മാറാൻ ഒരുപാട് സമയമെടുക്കും, പ്രത്യേകിച്ച് നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളുടെ ആകുമ്പം. അപ്പം റിനു ചേച്ചി ഈ ഒരു വിഷമത്തിൽ നിന്ന് എന്ന് റിക്കവർ ആകുമെന്നോ, എന്ന് സംസാരിക്കാൻ തുടങ്ങുമെന്നോ, ഈ ഒരു വിഷമം എന്ന് ചേച്ചിയിൽ നിന്ന് അകന്നു പോകുമെന്നോ ഒന്നും നമുക്കറിയത്തില്ല. എങ്കിലും മോള് 2 ദിവസത്തിന് മുമ്പ് പോസ്റ്റ് ഇട്ടതൊക്കെ ഞാനിങ്ങനെ വായിക്കുമ്പോൾ ചങ്ക് പൊട്ടിപ്പോകും കേട്ടോ. നിങ്ങൾ ആ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, അഭിനന്ദു ഫാമിലി വ്ലോഗ്. അതിൻ്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാണുമ്പം സഹിക്കാൻ വയ്യാത്ത സങ്കടം കേട്ടോ. അപ്പോൾ അതിനകത്ത് മോൾ എഴുതിയേക്കുന്ന 1-2 വാക്കുകൾ എന്നെ ഹെർട്ട് ചെയ്ത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം അമ്മ പഴയ പോലെ ആവുന്നില്ല. അമ്മ ഇനി ചാനൽ നൃത്തമാണെന്ന് പറയുന്നു, വീഡിയോ ചെയ്യുന്നില്ല. അച്ഛൻ്റെ അഭാവത്തിൽ അമ്മയ്ക്ക് പറ്റില്ല. എല്ലാവരും ഒന്ന് പറയണം, അമ്മ ഞങ്ങൾക്ക് പഠിക്കണം, ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല, അപ്പോൾ എല്ലാവരും പറയണം, അമ്മയെ സപ്പോർട്ട് ചെയ്യണം, അമ്മ ചാനൽ മുന്നോട്ട് കൊണ്ടുവരണം എന്നും പറഞ്ഞ് മോളൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം. കാരണം നമുക്കൊന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കൊന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ ഈ ചാനലിലൂടെ ഒന്ന് പറയുകയാണ്, റിനു ചേച്ചിയോടായിട്ട് ഞാൻ പറയുവാണ് കേട്ടോ. തീർച്ചയായിട്ടും ചേച്ചിയിൽ എന്ന് ഈ സങ്കടം മാറുമെന്നോ, എന്ന് ചേച്ചി റിക്കവർ ആകുമെന്നോ ഒന്നും അറിയില്ല. എങ്കിലും ഈ ഒരു ചാനൽ നിങ്ങളുടെ ആ ഒരു വീഡിയോ കാണുമ്പോഴും, നിങ്ങളുടെ ലൈവും നിങ്ങളുടെ വീഡിയോകളൊക്കെ കാണുമ്പോൾ അറിയാം നിങ്ങളുടെ ആ ഒരു സന്തോഷം. ചേട്ടൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ഒരു ചാനലും റിനു ചേച്ചി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഫാമിലി മീറ്റപ്പിന്, യൂട്യൂബിൻ്റെ മീറ്റപ്പിനൊക്കെ പോയി കഴിഞ്ഞത് ആ വീഡിയോ ഒക്കെ കണ്ടപ്പോഴൊക്കെ ഭയങ്കര ചേട്ടൻ്റെ ഒരു സന്തോഷം. അപ്പം ചേച്ചി ഒരിക്കലും ഈ ഒരു ചാനൽ കളയരുത്. എന്ന് ചേച്ചി റിക്കവർ ആകുന്നോ, അതായത് ഒന്ന് സംസാരിക്കാൻ, കരഞ്ഞിട്ടായാൽ പോലും ഒന്ന് സംസാരിക്കാൻ എന്ന് ചേച്ചിക്ക് പറ്റുന്ന ആ ഒരു സമയം ചേച്ചി എന്തായാലും മീഡിയയ്ക്ക് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ വരിക, ചാനൽ നല്ല രീതിയിൽ കൊണ്ടുപോവുക, മക്കളുടെ കാര്യങ്ങൾ നോക്കുക. നമ്മളിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞു. പക്ഷെ നമ്മൾ മരിക്കും വരെയും നമ്മളിൽ നിന്ന് അതൊന്നും നഷ്ടപ്പെട്ടു പോവില്ല, എന്നും നമ്മുടെ കൂടെ തന്നെ കാണും. ഇപ്പോൾ റിനു ചേച്ചി ഒരു വീഡിയോ ചെയ്യാൻ ഇറങ്ങിയാലും ചേച്ചിയുടെ കൂടെ തന്നെ കാണും ചേച്ചിയുടെ അനീഷേട്ടൻ.
ചേച്ചിയുടെ നിഴലായിട്ട് എന്നും കൂടെ കാണും. അപ്പം ആ ഒരു വിഷമം എന്ന് ഒന്ന് സംസാരിക്കാം എന്ന് പറ്റുന്ന ആ ഒരു സ്റ്റേജ് ആകുമ്പം തീർച്ചയായിട്ടും ചേച്ചി സോഷ്യൽ മീഡിയയിൽ വരണം, നമുക്ക് കാണാനും. ഞാൻ ഇന്ന് ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കും കേട്ടോ, ഏതെങ്കിലും വീഡിയോ വന്നിട്ടുണ്ടോ, റിനി ചേച്ചി ലൈവിൽ കയറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ റിനി ചേച്ചി സംസാരിക്കാൻ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പം ഒന്നുമില്ല. ആ ഒരു 8-ാം തീയതിക്ക് ആ ഒരു പഴയ വീഡിയോസാണ് കിടക്കുന്നത്. പക്ഷേ വരണം. എന്നെപ്പോലെ ചേച്ചിയെ അറിയാവുന്ന ചേച്ചിയുടെ സബ്സ്ക്രൈബേഴ്സ് ആയാലും ഫാമിലിയിലായാലും ഹസ്ബൻഡിൻ്റെ ഫാമിലി ആയാലും ചേച്ചിയുടെ ഫാമിലി ആയാലും എല്ലാവരും ചേച്ചിക്ക് സപ്പോർട്ട് കാണും. അപ്പം മക്കൾക്ക് വേണ്ടി ഇനി റിനി ചേച്ചി മുന്നോട്ട് ഇറങ്ങുക, ചാനൽ നല്ല രീതിയിൽ കൊണ്ടുപോവുക. അതിൽ നിന്ന് തന്നെ നല്ലൊരു വരുമാനം റിനി ചേച്ചിക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അനീഷേട്ടൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക, ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇത്രയാണ് ചെയ്യേണ്ടത്. പറയുമ്പം എനിക്കറിയാൻ വയ്യാത്ത വ്യക്തികളാണ്. റിനി ചേച്ചിയെയും അനീഷേട്ടനെയൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി കണ്ടതാണ്. ഞാൻ യൂട്യൂബ് വഴി കണ്ടതാണ്. എന്നിട്ട് പോലും എനിക്കത് പറയുമ്പം ഭയങ്കര സങ്കടമുണ്ട്, ഒരുപാട് സങ്കടമുണ്ട്. അപ്പോൾ റിനി ചേച്ചിയുടെ അവസ്ഥ തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാവും. എങ്കിലും ഞാൻ മോളുടെ ആ ഒരു പോസ്റ്റ് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മോള് എല്ലാവരും ആ ചാനൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആ ഒരു പോസ്റ്റ് നോക്കണം. അനീഷേട്ടനെ നിങ്ങൾ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാണാത്തവരാണെങ്കിൽ, കണ്ടവരാണെങ്കിൽ ഞാൻ ഇത്രയും പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം ആ ഒരു ചാനലും കാര്യങ്ങളൊക്കെ. ചേച്ചിയുടെ ആ ഒരു ധൈര്യം, ആ ഒരു സംസാരം, ചേട്ടൻ്റെ സപ്പോർട്ട്, ഇതെല്ലാം എന്തായാലും അനീഷേട്ടൻ്റെ അഭാവം ഉണ്ടെങ്കിലും ഇതെല്ലാം ചേച്ചിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു സമയത്ത് ചേച്ചി ലൈവിൽ അല്ലെങ്കിൽ ചാനലിൽ ചേച്ചിയുടെ മുഖം കൊണ്ടുവരും, സംസാരിക്കും എന്നുള്ളതെല്ലാം ഉറപ്പിച്ചിട്ട് തന്നെ ഞാൻ പറയുക റിനി ചേച്ചിയോട്. ചേച്ചി ധൈര്യമായിട്ട് ചേച്ചിയുടെ സങ്കടങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കിയിട്ട് മക്കൾക്ക് വേണ്ടി വന്നേ പറ്റൂ. ഈ ഒരു ചാനൽ കളയരുത്. ചേച്ചിയോട് ഞാൻ ലൈവിലൊക്കെ വന്ന് കമൻറ്റൊക്കെ ഇട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് അത്രയും സങ്കടമൊക്കെ ആയിപ്പോയത്. അപ്പോൾ ഇപ്പോഴും ഞാൻ എടുത്തു വെച്ച് കാണും നിങ്ങളുടെ വീഡിയോസ്, ചേട്ടൻ്റെ സംസാരങ്ങളൊക്കെ ഇപ്പോഴും ഞാൻ കാണും കേട്ടോ. അത്ര വിഷമമുണ്ട് എനിക്ക്. എന്തായാലും ചേച്ചി വീണ്ടും ആ ചാനലുമായിട്ട് മുന്നോട്ട് വരുമെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും